ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഓർത്തേക്കുന്നത് കേട്ടോ. രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങി ഇച്ചിരി നേരം ഊഞ്ഞാലയിലാടുവേ. ആ ഒരു ഊഞ്ഞാലയിരുന്ന് ആടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെയിലാണെങ്കിലും നല്ല രസമാണ്. ഇന്ന് ഇത്തിരി മഞ്ഞായിരുന്നു കേട്ടോ. എനിക്കിതും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഒരു തേങ്ങ പൊതിക്കാനായിട്ട് പോവാണ്. നമുക്ക് രാവിലെ ഇന്ന് അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അലവാങ്കി ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതേലാണ് പൊതിക്കുന്ന സാധാരണ. പക്ഷേ അതിപ്പോൾ വിറകിനിടയിലായിപ്പോയി. അപ്പോൾ അന്ന് ആ വിറകൊക്കെ വെട്ടി ഒതുക്കുന്ന പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒക്കെ പൊതിച്ച് അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിന് തൊട്ടും വെള്ളമില്ലായിരുന്നു. നമുക്കിന്ന് ഗോതമ്പടി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഗോതമ്പൊടിയും തേങ്ങയും ഉപ്പും ഇട്ട് ഇച്ചിരി കട്ടിക്ക് തന്നെ കുഴച്ചെടുത്തിട്ട് കല്ലേ പരത്തിയുള്ള അടയാണ് കേട്ടോ. എനിക്കിത് വലിയ ഇഷ്ടമാണ്, പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് രാവിലെ ഏട്ടന് ഒരു വഴിക്ക് പോയതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചക്കക്കുരുവും കൂടെ ഒരുക്കുന്നുണ്ട്. ചക്കക്കുരുമാങ്ങ വെക്കാനാണ്. ഒത്തിരി നാളായി ചക്കക്കുരുമാങ്ങ വെച്ചിട്ട്. കഴിഞ്ഞ ദിവസത്തെ ചക്കയുടെ കുരുവാണ്. അപ്പോൾ ഞാൻ അച്ഛനെയും വിളിച്ചിട്ടുണ്ട്. അച്ഛനും ഭയങ്കര ഇഷ്ടം, അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ ഈ വഴിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് അച്ഛനും കാണും കഴിക്കാൻ. അപ്പോൾ അടയൊക്കെ ഉണ്ടാക്കി, അടയൊക്കെ ചൂടോടെ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് വേണ്ട ഈ ഒരു വിറക് വെട്ടിയൊടിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാം പച്ചവിറകാണ്. അതേ തൊട്ടടുത്ത പറമ്പിൽ പണിയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇവിടെ മരം ഒക്കെ ഇറക്കിയതെല്ലാം നമ്മളോട് വിറക് വെട്ടിയെടുത്തോളം പറഞ്ഞായിരുന്നു. അങ്ങനെ വിറക് എല്ലാം ഇങ്ങോട്ട് വാരി ഇട്ടുകൊണ്ട് അതൊന്ന് വെട്ടി ഒതുക്കി എടുത്തു കേട്ടോ. അതിന് ഉച്ചയായപ്പോൾ തന്നെ അച്ഛനും വന്നായിരുന്നു. പിന്നെ നന്ദുവിനെ ടീച്ചർ വിളിച്ചു. നന്ദു കരയുവാന്ന് പറഞ്ഞ് വിളിച്ചതിന് അങ്കമാടിയിൽ നിന്ന് അവനെയും വിളിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ചോറുണ്ട് കേട്ടോ.